നേമത്തെ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ച് യുഡിഎഫിന് ബിജെപിക്ക് അനുകൂലമായി യുഡിഎഫ് ശ്രമിച്ചെന്ന് വിശ്വകുട്ടിയുടെ ആരോപണമുണ്ട്. ആ പറയണതിലൊക്കെ എന്താ അടിസ്ഥാനമുള്ളത്? ന്യൂനപക്ഷങ്ങൾ അവിടെ ഞങ്ങളും മത്സരിക്കല്ലോ. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് എന്താ കുഴപ്പം? ശിവൻകുട്ടിക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ മത്സരിക്കുകയല്ലേ. ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പ് സീരിയസ് ആയിട്ട് മത്സരിക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ മുൻ MLA KS ശബരിനാഥനെ ഞങ്ങൾ മത്സരിപ്പിച്ചത്. ഞങ്ങളൊരു വീക്ക് കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞതിനെ അത് BJP ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞതന്നെ. അതൊക്കെ വെറുതെ ന്യൂനപക്ഷ വോട്ട് ഒരു UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിന് ഇദ്ദേഹം എന്തിനാണ് ദുഃഖിക്കണം? അത് ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് കിട്ടണമല്ലോ. ന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ വിശ്വാസമില്ല. ഇവരാരും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിമാരും മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങാത്തത്. നിങ്ങളൊന്ന് പരിശോധിക്കും. ഞങ്ങളെ പൂട്ടുമെന്നല്ലേ പറഞ്ഞത്. VD സതീശനെ നിയോജകമണ്ഡലത്തിൽ പൂട്ടും, അവരെ പൂട്ടും, ഇവരെ പൂട്ടും, പുറത്തിറക്കില്ല, അവിടെ നിന്ന് ജയിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്കറിയാമല്ല, ഞാൻ നോമിനേഷൻ കൊടുത്തൊരു പ്രചരണം നടത്തിയിട്ട് ഞാൻ പോയിട്ട് ഞാൻ കലാശക്കൊട്ടിൻ്റെ അന്ന് രാവിലെയാണ് തിരിച്ചു വന്നത്. അറിയാലോ, ഈ മന്ത്രിമാരെ നിങ്ങൾ തെക്കുന്ന് അങ്ങോട്ട് വടക്കോട്ട് എണ്ണിക്കോ, എത്ര പേര് മുഖ്യമന്ത്രി പോയി, ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹത്തിന് പോവാം. ബാക്കിയുള്ള വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ച ഈ മന്ത്രിമാരുണ്ടല്ലോ, ഈ ശിവൻകുട്ടിയോടൊക്കെ സ്വന്തം മണ്ഡലത്തിന്റെ പുറത്തോട്ട് പോയിട്ടില്ല. ഇവരായിരുന്നു APCC പ്രസിഡന്റൊക്കെ ഒരുപാട് ജില്ലകളിൽ പര്യടനം നടത്തി. അതെ, അതിനൊന്നും ബാധിക്കില്ല. അതിനേക്കാൾ ഏറെയുള്ള ഒരുപാട് ശബ്ദരേഖകൾ എൻ്റെ അടുത്തുണ്ട് CPM-ൽ നടക്കുന്ന കലാപത്തെ പറ്റി. ഞങ്ങളാരും ഇത് പുറത്തു കൊടുക്കാറില്ല, പിന്നെ ഞങ്ങളിത് റെക്കോർഡ് ചെയ്യാറുമില്ല. ഞാൻ നിങ്ങളോട് പറയാണ്, CPM-ൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിന്റെ പുറകിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഇത് കഴിയുമ്പോൾ കാണാം, റിസൾട്ട് കഴിയുമ്പോൾ കാണാം. അത് LDF-ന് ഇനിയിപ്പോൾ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച്, യുവ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒക്കെ പറയാം. കാരണം അധികാരത്തിൽ വരില്ലല്ലോ, അധികാരത്തിൽ വരില്ല അവർ. അപ്പോൾ അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിൽ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ചോ യുവ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമല്ലോ അവർക്ക്. അവർ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തിയിട്ടല്ലേ മത്സരിച്ചത്, അല്ലേ? 10,000 ബോർഡ് പിണറായി വിജയന്റെ പടം വെച്ചിട്ടല്ലേ അവർ മത്സരിച്ചത്, അല്ലേ? പിണറായി 3 എന്നല്ലേ അവർ പറഞ്ഞത്. അവരുടെ ക്യാമ്പയിനിൽ എല്ലാത്തിലും മൂന്നാം പിണറായി ഭരണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയണത് ഭരണം ഒരു കാരണവശാലും വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. അല്ല, അത് ഞങ്ങൾക്ക് നല്ല അനുകൂലമായി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആളുകളൊക്കെ പെട്ടെന്ന് ഇതായി. കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ ബോർഡുകളൊക്കെ, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഡൗൺ ആയി. അങ്ങനെയല്ല ഇലക്ഷൻ കാലത്ത് പ്രവർത്തകർ. അപ്പോൾ ഞാൻ പറഞ്ഞു സമാധാനിച്ചോ, അത് നമുക്ക് അനുകൂലമായി മാറുമെന്ന്. അമിതമായ പ്രചരണം, അത് സർക്കാരിന്റെ കാശുകൊണ്ടാണ് നടത്തിയതെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് മുഴുവനുണ്ട്. സർക്കാരിന്റെ പണമാണ് ഉപയോഗിച്ചത്. 6 മാസമില്ല തുടങ്ങിയത്. ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ പണം എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ തുടങ്ങിയ വർക്കാണ്, കോടികളാണ്. ഞാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു തരാം. ഫിനാൻസിൽ നിന്ന് ഓരോന്ന് പാസ്സാക്കി പോകുന്നത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വരെ 15 കോടി കൊടുത്തേക്കുവാണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. ഗവൺമെന്റ് എവിടെയാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത്? ഗവൺമെന്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്താൻ വെച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് നടത്തുന്നത്. എന്നിട്ട് സർക്കാരിൽ നിന്ന് ബില്ല് കൊടുത്തേക്കാണ് 15 കോടി രൂപ. നമ്മുടെ പൈസയാണ്, നമ്മുടെ നികുതി പണമാണ്. ഇതുപോലെ മെഷീനറി മിസ്യൂസ് ചെയ്ത ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റു സ്റ്റേറ്റിലൊക്കെ കാണുമല്ലോ, കേരളത്തിൽ ഉണ്ടായിട്ടില്ല.